ഹായ് അമ്മി, ഞാൻ സെനോപീറ്റീസിന്റെ ഇന്ദുവാണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആർമി, വാട്ട് ഈസ് മോണോക്രോം? എന്താണ് മോണോക്രോം? BTSന്റെ ലേറ്റസ്റ്റ് മോണോക്രോം ലോജിസ്റ്റിക് പ്രൊജക്ട് എന്താണ് അറിയോ? ലേറ്റസ്റ്റ് പ്രൊജക്റ്റായ മോണോക്രോം ലോജിസ്റ്റിക് പ്രൊജക്ടിലൂടെ ദശലക്ഷം ആർമികളെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് BTS. വീണ്ടും പിന്നെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് BTS. ഇങ്ങനെ സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ പരക്കുന്നുണ്ട്. ബട്ട് എന്താണ് മോണോക്രോം? അറിയാത്തവരായി ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പല വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വാട്ട് ഈസ് മോണോക്രോം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ മിനിഞ്ഞാന്ന് വരെ എനിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാനും കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തി വാട്ട് ഈസ് മോണോക്രോം എന്നതിനൊരു ഡെഫിനേഷൻ, ഒരു ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആർമി, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്റെ സ്ഥിരം വ്യൂവേഴ്സ്, എന്റെ ആർമി കുട്ടികൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തോ നിഗൂഢമായിട്ടുള്ള ടീസറൊക്കെ റിലീസ് ചെയ്ത് നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് BTS. ഈയിടെ ഇവന്മാര് മിലിറ്ററി പോയതിനു ശേഷം മൊത്തം അങ്ങ് വിജനപ്പിച്ച് നടക്കല്ലേ? എന്താണോ ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ ആർമി? BTSന്റെ ഐക്കണിക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ലൈഫ് ട്രിലോജി എന്ന് പറയുന്ന ആൽബം സീരീസുമായി ബന്ധപ്പെട്ടതാണോ മോണോക്രോം? അതോ ഇനിയിപ്പം BTSന്റെ വരാനിരിക്കുന്ന കൺസേർട്ട് ആണോ മോണോക്രോം? എന്നാൽ BTSന്റെ മുൻകാല കരിയറിലേക്കുള്ള ഒരു യാത്രയാണ് മോണോക്രോം എന്ന് മറ്റു ചിലർ. എന്നാൽ ഇതൊന്നുമല്ല മോണോക്രോം. മോണോക്രോം എന്താണെന്ന് കേട്ടോളൂ. ഇറ്റ്സ് എ പോപ്പ് സ്റ്റോർ. ഡു യു നോ വാട്ട് ഈസ് പോപ്പ് സ്റ്റോർ? പോപ്പ് സ്റ്റോർ എന്താണെന്ന് അറിയാമോ? പോപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയി പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ്. അതായത് ഒരു സീസണൽ ആയിട്ടോ അതല്ലെങ്കിൽ ഏറ്റവും ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ് പോപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. അവിടെ K-pop റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും. BTSന്റെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷൂസ്, ബാഗ്സ്, ക്ലോത്ത്സ്, കീ ചെയിൻസ്, ബുക്സ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ടെമ്പററി ആയിട്ട് ചെറിയൊരു ടൈം പീരീഡിൽ പ്രവർത്തിക്കാൻ പോകുന്ന BTS നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു പോപ്പ് സ്റ്റോർ ആണ് മോണോക്രോം എന്ന് പറയുന്നത്. നമ്മുടെ ഏഷ്യയിലെ 7 നഗരങ്ങളിലാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ US-ലെ ലോസ് ആഞ്ചലസിലും, സൗത്ത് കൊറിയയിലെ സിയോൾ, ജപ്പാനിലെ ടോക്കിയോ, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത, ഫിലിപ്പൈൻസിലെ മാനില, തായ്ലൻഡിലെ ബാങ്കോക്ക്, അതുപോലെ തന്നെ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്. ഈ ലോകത്തിന്റെ പല മൂലകളിലും ആർമി ഉണ്ടെങ്കിലും സിയോൾ സന്ദർശിക്കുകയും ഈവൻ BTSനെ കാണുകയും വരെ ചെയ്തിട്ടുള്ള ഒരുപാട് ആർമികൾ നമ്മുടെ ഇന്ത്യയിലും ഈവൻ കേരളത്തിൽ വരെയുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനും മറ്റും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഓൺലൈനിൽ അവൈലബിൾ അല്ല. അതെ, അതായത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തോണം. എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ടൊന്നും പോയി പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ലോകമെമ്പാടുമുള്ള ആർമീസ് പലരും സിയോൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസങ്ങളിൽ പോലും വിസിറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ സിയോളിൽ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. ഈവൻ ഇന്ത്യയിൽ നിന്ന് പോലും കേരളത്തിൽ നിന്ന് പോലും പല ആർമീസ് കൺസേർട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്, BTSനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഒരുപാട് ഭയങ്കരമായിട്ട് BTSന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആർമീസ്, സാമ്പത്തികമായിട്ട് സിയോൾ വരെ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരുപാട് ആർമീസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഒരു നല്ല അവസരം കൂടിയാണിത്. K-pop റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൗത്ത് കൊറിയയിലാണ്. അപ്പോ ഇപ്രാവശ്യം നമ്മുടെ മോണോക്രോമും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൗത്ത് കൊറിയയിലെ സോങ്ഡോങ്ച്യു എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഏപ്രിൽ 26 മുതൽ മെയ് 12 വരെയുള്ള ആ ഒരു ടൈം പീരീഡ് മാത്രമായിരിക്കും സിയോളിൽ ഈ ഒരു സ്റ്റോർ നമ്മൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കാണുക. ജപ്പാന്റെ ക്യാപിറ്റൽ സിറ്റിയായ ടോക്കിയോയിൽ മെയ് 3 മുതൽ മെയ് 26 വരെയുള്ള സമയങ്ങളിൽ ടോക്കിയോ പ്ലാസ എന്ന് പറയുന്ന പ്ലാസയിലായിരിക്കും ഷോപ്പ് പ്രവർത്തിക്കുക. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ മെയ് 9 മുതൽ ജൂൺ 23 വരെയുള്ള സമയങ്ങളിൽ മെട്രോ ഗാന്ധാരിയ സിറ്റിയിലായിരിക്കും ഷോപ്പ് പ്രവർത്തിക്കാൻ പോവുക. പിന്നെ നമ്മുടെ എല്ലാം സ്വപ്ന നഗരമായ തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്ക് സിറ്റിയിൽ മെയ് 10 മുതൽ ജൂൺ 23 വരെയുള്ള സമയങ്ങളിലായിരിക്കും ഷോപ്പ് പ്രവർത്തിക്കുക. തായ്ലൻഡിലെ പതാം വാം എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും ഷോപ്പ് ഉണ്ടായിരിക്കുക. USA-യിലെ മെയ് 16 മുതൽ മെയ് 27 വരെയുള്ള സമയത്തായിരിക്കും ഷോപ്പ് ഉണ്ടായിരിക്കുക. എവിടെ വെച്ചാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസോ അപ്ഡേഷൻസോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫിലിപ്പൈൻസിലെ മനിലയിൽ മെയ് 24 ടു ജൂൺ 30 വരെയുള്ള ടൈം പീരീഡിൽ സൗത്ത് വിങ് എന്റർടൈൻമെന്റ് മാളിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോ ഇത്രയും സിറ്റികളുടെ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. ഇനി അറിയേണ്ടത് നമ്മൾ ഇന്ത്യൻസിന് ഏറ്റവും അടുത്ത് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന അടുത്തുള്ള സിറ്റി ഏതാണെന്നുള്ളതാണ്. അത് ബാങ്കോക്ക് തന്നെയാണ്. തായ്ലൻഡിലെ ബാങ്കോക്ക് ആണ് ഈ പറഞ്ഞ സിറ്റികളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻസിന് ഏറ്റവും അടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നതും പെട്ടെന്ന് പോയി വരാൻ കഴിയുന്നതും അതുപോലെ കുറഞ്ഞ ചെലവിൽ പോയി വരാൻ കഴിയുന്നതുമായിട്ടുള്ള സ്ഥലം.
അപ്പോൾ ആർമി നിങ്ങൾ ആരെങ്കിലും ബാങ്കോക്കിലും പോകുന്നുണ്ടോ? എന്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. നിങ്ങൾ എത്ര പേരുടെ പൈസ ഉണ്ടാവും എനിക്കറിയില്ല. പൈസ ഉള്ള ആർമി, പോകാൻ സാധിക്കുന്ന ആർമി പോവുക. അപ്പൊ ആർമി ഞാനങ്ങ് പോയേക്കാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സലാങ്കയോ.